ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം ധ്യാനയജ്ഞാത് പരം നാസ്തി ധ്യാനം ജ്ഞാനസ്യ സാധനം യതഃ സമരസം സ്വേഷ്ടം യോഗി ധ്യാനേന പശ്യതി യത്ര യത്ര യഥാ ഭക്തി കർത്തവ്യം പൂജനാദികം വിനാ പൂജനദാനാദി പാതകം ന ച ദൂരത ഭവഭക്തിപരായേ ച ഭവപ്രണതചേതസ ഭവസംസ്മരണായേ ച നതേ ദുഃഖസ്യ ഭാജന. മഹാദേവൻ്റെ ഏതൊരു സ്തുതികൾ എടുത്താലും സംസാരം കിടക്കാനുള്ള ഒരു ഹേതുവായിട്ട് മാറണേ എൻ്റെ ഈ എല്ലാ ഭജനവും സ്മരിക്കലായാലും പറയലായാലും പ്രവൃത്തിയായാലും അത് ഭഗവത്പരമായിട്ട് തീരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ വിദ്യേശ്വര സംഹിത, രുദ്രസംഹിത, അതിൽ സൃഷ്ടിഖണ്ഡം, സതീഖണ്ഡം, പാർവതീഖണ്ഡം, കുമാരഖണ്ഡം ഇത്രയും നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. 73 ഭാഗങ്ങളായിട്ട്. ഇനി യുദ്ധഖണ്ഡമാണ് നമ്മൾ പറയേണ്ടത്. യുദ്ധഖണ്ഡത്തിൽ ത്രിപുരാന്തക വധത്തെ ഒന്ന് സൂചിപ്പിക്കണം, വിസ്തരിച്ച് പറയണുണ്ട്. അവിടേക്കാണ് നമ്മൾ കടക്കണത്. അതിനുശേഷം വേണം ശതരുദ്ര സംഹിത, കോടിരുദ്ര സംഹിത, ഉമാസംഹിത, കൈലാസ സംഹിത, വായവീയ സംഹിതയിൽ പൂർവവും ഉത്തരഖണ്ഡും പറയാനായിട്ട്. അപ്പോൾ നമുക്കറിയാം ശിവൻ്റെ കഥകൾ എത്രയാണോ ചോദിച്ചാൽ ശരിയാ. ശിവലീലകൾ അതാണല്ലോ കഥകളായിട്ട് വന്നത്. നമുക്കറിയാവുന്ന കാര്യം, സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നതായിട്ടുള്ള മഹാദേവൻ സംഹാരകാരകനായിട്ട് അകം ശുചി പുറം ചളി ആയിട്ടിരിക്കുന്നു എന്നാണ് ശിവപുരാണം പറയണത്. അപ്പം നമ്മുടെയൊക്കെ ഈ അകം സ്വതവേ ശുദ്ധമാണ്. നമ്മുടെ അകം ശുദ്ധമാണ് എന്നുള്ളത് നമ്മൾ അറിയണില്ല എന്നുള്ളതാണ് സത്യം. അതെന്താ കാരണം? പുറമേ ചളിയാണ്, ഈ പുറത്തുള്ള ചളി അകത്തേക്ക് കയറുക. ശരീരത്തെ ശുദ്ധമാക്കാൻ വേണ്ടി സ്നാനാദി കാര്യങ്ങൾ ചെയ്യണം നമ്മൾ. അതേപോലെ തന്നെ ഈ അകത്തേക്ക് കയറുന്ന ചളിയെ ഇല്ലാണ്ടിയാക്കാൻ എന്ത് വേണം? ഉപാസനകളെ ചെയ്യണം. ഉപാസന ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ത്രികരണങ്ങളും അന്യ ഉപകാരങ്ങളാവണം. പരോപകാരാർത്ഥം ഇതം ശരീരം. അപ്പോൾ ഈ ശരീരത്തിൽ പെട്ടതാണ് മനസ്സായാലും ഈ വിചാരങ്ങളായാലും. നമ്മൾ വിചാരിക്കുമ്പോൾ വേറെ ആരും അറിയില്ല എന്നാണ് ധാരണ. അങ്ങനെയല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് അറിയാൻ 19 സാക്ഷികളുണ്ട്. ഈ 19 സാക്ഷികൾ അത് അറിയുക തന്നെ ചെയ്യും, ഭഗവാനോടത് പറയുകയും ചെയ്യും. സംഹാരകാരകനായിട്ടുള്ള മഹാദേവൻ അതിന് ശിക്ഷാവിധികൾ വിധിച്ചിട്ടുണ്ട്. അത് യമധർമ്മ രാജാവ് നടപ്പാക്കുകയും ചെയ്യും. മഹാദേവൻ്റെ ആജ്ഞയാണ്, വളരെ പ്രധാനമാണ്. സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹ പഞ്ചകൃത്യ പരായണനായിട്ടുള്ള ആ മഹാദേവൻ നാം ഇവിടെ വരാനും ഇത്രകാലം ജീവിക്കാനും അത് കഴിഞ്ഞാൽ ചെല്ലേണ്ടതായിട്ടുള്ള സ്ഥലവും മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. അപ്പോൾ പിന്നെ നമുക്കതിനെ മാറ്റം വരുത്താൻ പറ്റുമോ? അവിടെയാണ് ഉപാസന കൊണ്ട് അത് മാറ്റം വരുത്താൻ സാധിക്കും. അതിന് ഒരു അനുവാദം തന്നിട്ടുണ്ട് ഭഗവാൻ. ആ അനുവാദത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മുക്തി, വിപരീതമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എന്തിനേയും നാം ദ്രോഹിക്കുകയാണെങ്കിൽ, ഹിംസ ചെയ്യുകയാണെങ്കിൽ അത് സംസാരത്തിന് കാരണമായിട്ട് തീരും. അപ്പോൾ ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യമുണ്ട് എന്നറിയാത്തത് കൊണ്ടാണ് പരദ്രോഹം ചെയ്യണത്. പരദ്രോഹം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒരു നേട്ടവും കിട്ടില്ല. പരദ്രോഹം ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. ശിക്ഷാവിധികൾ നടപ്പാക്കുന്ന രാജാക്കന്മാർ പോലും ഈ ശിക്ഷ എന്നെക്കൊണ്ട് എന്തിനു ചെയ്യിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. അതിന് പരിഹാരമായിട്ട് അവർ ചെയ്യുന്നതായിട്ടുള്ള വലിയ വേലികെട്ടലുണ്ട്.
ആ വേലികെട്ടലാണ് അന്യോപകാരങ്ങളും അതേപോലെ തന്നെ യാഗയജ്ഞ പൂജ ദാനാദികളും. ശിക്ഷാവിധി നടപ്പാക്കാതിരിക്കാൻ നിവൃത്തിയില്ല, രാജശാസനം അങ്ങനെയാണ്. അപ്പോൾ അവർ പോലും ഇത്രയും പരിഭ്രമിക്കണമെങ്കിൽ ഒന്നും അറിയാത്ത നമ്മൾ എന്തിന് അന്യനെ ദ്രോഹിക്കുന്നു? അന്യൻ എന്ന് പറഞ്ഞത് ഞാനല്ലാത്തതൊക്കെ അന്യനാണ്. അച്ഛനായാലും അമ്മയായാലും കുട്ടികളായാലും പശുക്കളായാലും സസ്യജാലങ്ങളായാലും ഒക്കെ അന്യനാണ്. അവരെ ഒന്നും ദ്രോഹിക്കാൻ പാടില്ല. നമ്മളാ ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കുക തന്നെ വേണം. അതാണ് പഞ്ചയജ്ഞത്തിൻ്റെ പ്രാധാന്യം. പഞ്ചകൃത്യപരായണനായിട്ടുള്ള ഭഗവാൻ അങ്ങനെയാണെങ്കിൽ പഞ്ചകൃത്യന്മാരായിട്ട് നമ്മളും വേണം. എങ്ങനെയാണ് വേണ്ടത്? ദേവ ഋഷി പിതൃ കടങ്ങളെ തീർക്കുക തന്നെ വേണം. തിര്യക്കുകൾക്കും സസ്യജാലങ്ങൾക്കും അതിഥികൾക്കും നമ്മൾ കൊടുക്കുക തന്നെ വേണം. ഇത് ഭഗവാന്റെ ആജ്ഞയാണ്. ശിവലീലകൾ ഓരോന്ന് ഇട്ട് എടുക്കുമ്പോൾ എല്ലാറ്റിലും തത്വങ്ങൾ ധാരാളമുണ്ട്. നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവലീലകൾ ശിവപാർവതി വിവാഹം, കുമാരസംഭവം, ഇപ്പോൾ നമ്മൾ ഗണേശോൽപ്പത്തി ഇപ്പോൾ പറഞ്ഞു, ദക്ഷയാഗം, പാലാഴി മഥനം, ശിവരാത്രി, ത്രിപുരാന്തകൻ, ഇനി അതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോണത്. മാർക്കണ്ഡേയ കഥ, കാലനെ വധിച്ചതായിട്ടുള്ള രംഗം, ശിവപാർവതി വിവാഹത്തിൻ്റെ മുമ്പേ സതീഖണ്ഡത്തിൽ ഈ സതിക്ക് പ്രകാരത്ത് ദുഃഖം ശരീരം ത്യജിക്കേണ്ടി വന്നപ്പോൾ മഹാദേവൻ്റെതായിട്ടുള്ള ദുഃഖം നല്ലോണം വന്നു. അത് പിന്നീട് കാമമാണ് ഇതിൻ്റെ ഈ വിഷയം. അത് പാർവതിയായിട്ട് അവതരിച്ച ആ ദേവി തന്നെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാമദേവൻ തൻ്റെ ആ ദേവന്മാരാൽ പ്രേരിതമായിട്ടുള്ള സമയത്ത് തൻ്റെ ആ 5 പൂശരങ്ങൾ വിട്ട് കഴിഞ്ഞപ്പോൾ മഹാദേവന് ഇഷ്ടമായില്ല. എനിക്ക് റെക്കമെൻഡേഷൻ വേണ്ട. അതുകൊണ്ട് 3-ാമത്തെ കണ്ണൊന്ന് തുറന്നു. കാമദേവൻ ഭസ്മമായി പോയി. രതിദേവി വിധവയായി. കാമാരിയായി ഭഗവാൻ, കാലാരിയായി, കാമാരിയായി. 12 ജ്യോതിർലിംഗങ്ങൾ ഭഗവാന്റെ അതിവിശേഷമാണ്. ശംഖചോടൻ, ജലന്ധരൻ പോലെയുള്ള ആ അസുരന്മാരെ വധിക്കുന്നതായിട്ടുള്ള ഭഗവാൻ. പിന്നെ ഭദ്രകാളി സമുത്പത്തി, കിരാതം കഥ, പശുപതിയായിട്ടുള്ള ഭഗവാൻ, മൃതസഞ്ജീവനി, ശുക്രാചാര്യർക്ക് കൊടുത്തിറക്ക്, ഓങ്കാരനാഥനായിട്ടുള്ള ഭഗവാൻ, കാശീനാഥനായിട്ടുള്ള ഭഗവാൻ, പഞ്ചാക്ഷരനാഥനായിട്ടുള്ള ഭഗവാൻ, പഞ്ചബ്രഹ്മം എന്നതൊക്കെ പഞ്ചബ്രഹ്മൻ. ഈ ഈശാനാദി മന്ത്രങ്ങളെ കൊണ്ട് 5 മന്ത്രങ്ങളാണ്, 38 മന്ത്രങ്ങളുണ്ട്. പിന്നെയുണ്ട് കേട്ടോ, അതിൽ കുറേ ഉണ്ട്. മൃത്യുഞ്ജനായിട്ടുള്ള ഭഗവാൻ, അതുപോലെ ഉപമന്യു കൃഷ്ണ സംവാദങ്ങൾ, ഭഗവാന്റെ ലീലകൾ എത്രയോ ചോദിച്ചാൽ നിശ്ചയം. അപ്പോൾ അതിങ്ങനെ ഒരുപാട് ഉണ്ട്. അതിൽ കുറച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ശിവപുരാണത്തിൽ 24,000 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കണം. അപ്പം അതിൽ രുദ്ര സംഹിതയിൽ യുദ്ധഖണ്ഡം എന്ന 5-ാമത്തെ ഭാഗം, 2-ാമത്തെ സംഹിതയാണ്. അതിൽ 5-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഈ സംസ്കൃതം വായിക്കുമ്പോൾ ഒരുപാട് വായിച്ചാലേ കുറച്ച് കിട്ടുള്ളൂ. അത് നല്ലോണം സംസ്കൃതം അറിയെങ്കിൽ മാത്രമേ കഥ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ മലയാളത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം നമുക്ക് ആ കഥ ഇങ്ങോട്ട് കിട്ടുകയാണ്. സ്വതം എങ്ങനെയാ വെച്ചാൽ ഞാൻ എഴുതി ഞാനല്ല വായിക്കേണ്ടത്, വേറെ ആൾ വായിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് പുസ്തകമാക്കി പുറമേക്ക് കിട്ടി അത് ആചാര്യന്മാർ സ്വീകരിച്ച് അവരാൽ പറയപ്പെടുന്ന വെച്ചാൽ കാലതാമസം ഒരുപാട് എടുക്കും. കലികാലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ കുഴിച്ചിട്ടുള്ള മരം ഇപ്പം തന്നെ കായ തരണം, അങ്ങനെയാണ്. എന്ന കൂട്ടത്തിൽ ഞാനും ആ ഒരു സ്വാർത്ഥത്തെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. DTPക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. അതിന് കിട്ടാൻ ഒരുപാട് താമസം എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പുസ്തകമായിട്ട് കിട്ടാനായിട്ട്. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വേഗം കിട്ടും. നോക്കാം. ശ്രീ ശിവപാർവതിമാരേ ശരണം. ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ. ശ്രീ ദക്ഷിണാമൂർത്തയേ നമ. ഓം. ഇവിടെ ത്രിപുരാന്തകൻ എന്നുള്ളത് ത്രിഗുണാരി ആയിട്ടാണ്. സത്വരജസ്തമോ ഗുണങ്ങളെ ജയിക്കുന്നതായിട്ടുള്ള ഭാവമാണ്.
നമുക്ക് അതിലേക്ക് കിടക്കാം. ഓം സ്കന്ദൻ ഗണപതി പാർവതി ശങ്കരൻ നന്ദികേശൻ തൊട്ട ഭൂതഗണങ്ങളും വീരഭദ്രൻ ഭദ്രകാളിയും ഗംഗയും ചെയ്യുന്ന ലീല സ്മരിച്ചാൽ തരും സുഖം. വീരഭദ്രൻ ഭദ്രകാളിയും ഗംഗയും ചെയ്യുന്ന ലീല സ്മരിച്ചാൽ തരും സുഖം. 12 ദിക്കിലായി ജ്യോതിർലിംഗങ്ങളും അന്തകനായി ത്രിപുരന്മാരെ കൊന്നതും കാലനെ കൊന്നതും കാമനെ കൊന്നതും അശ്വത്ഥാമ കവി ദുർവാസാവായതും. ചൊല്ലു പിതാവേ ലയിക്കാം ഞാൻ രുദ്രനിൽ എന്നു കേട്ടു വിധി ചൊല്ലി കഥകളെ ചോദിച്ചു വ്യാസൻ സനകരോടിങ്ങനെ. അപ്പോൾ ശിവകഥ ചൊല്ലി മഹത്തമം. ഏകബാണത്താൽ നശിപ്പിച്ചു മുപ്പുരം രുദ്രൻ ത്രിപുരാന്തകനെന്നു ഖ്യാതനായി. സ്കന്ദനാൽ താരകൻ കൊല്ലപ്പെട്ടു തഥാ കോപിച്ചു പുത്രർ കമലാക്ഷൻ തൊട്ടവർ. താരകാക്ഷൻ വിദ്യുന്മാലി മഹാസുരൻ കർമ്മഠർ വീരർ ജിതേന്ദ്രിയർ പാപികൾ സത്യവാദി ദൃഢചിത്തർ ശിവഭക്തർ മേരുവിൽ ചെയ്തു തപസ് വിരിഞ്ചനെ. പ്രത്യക്ഷനായി വിധി ചൊല്ലി വരം തരാം എന്തിനു കൃച്ഛ്രതപം ചെയ്തു ദൈത്യരെ. അപ്പോൾ നമസ്കരിച്ചോതി ദൈത്യർ ഷഠർ ആരാലും കൊല്ലപ്പെടാതെയിരിക്കണം. നിത്യയുവത്വം സ്ഥിരം ശത്രുതാജയം രോഗമില്ലാതെ സുഖിച്ചെന്നും വാഴണം. മൂലോകം ഞങ്ങൾ ഭരിക്കണം സ്വസ്ഥമായി ഞങ്ങൾ മരിക്കരുതെന്നും കൃപാനിധേ. ഇങ്ങനെ കേട്ടു വിധിയോർത്തു രുദ്രനെ എങ്ങനെ പ്രീതിപ്പെടുത്തണം ദുഷ്ടരെ. പിന്നെയോതി മൃത്യു ആർക്കും തടുത്തിടാ ജീവൻ ജനിച്ചാൽ മരിക്കും സുനിശ്ചയം. ഏതു വിധത്തിൽ മരണം ഭവിക്കണം എന്നതു ചൊല്ലുവിൻ പാപവിമുക്തരെ. കാലനെ വഞ്ചിക്കാൻ ആർക്കും കഴിഞ്ഞിടാ നന്മകൾ ചിന്തിക്കു കാര്യം നടന്നിടും. ചൊല്ലി സനകർ ശ്രീവ്യാസനോടിങ്ങനെ പിന്നെ ത്രിപുരന്മാർ വാങ്ങി പലവരം. ശക്തരാക്കേണം പരാക്രമവീര്യവും യുദ്ധത്തിൽ ശത്രു ജയിക്കരുത് സ്ഥിരം. 3 പുരങ്ങൾ ഭവനങ്ങൾ നൽകണം ദേവകൾ വീട് തകർക്കരുത് പ്രഭോ. താരകാക്ഷൻ ചൊല്ലി സ്വർണം കൊണ്ടാകണം വെള്ളി കൊണ്ടെന്ന് കമലാക്ഷനം തഥാ. വിദ്യുന്മാലി ചൊല്ലി നല്ല ഇരുമ്പിനാൽ വജ്രബലത്തോടെ വേണം മമാപുരം. മധ്യാഹ്ന നേരം അഭിജിത് മുഹൂർത്തവും നക്ഷത്രം പൂയവും വന്നാൽ ക്രമത്തിലായി ഒന്നിനുമേൽ ഒന്ന് നിൽക്കുന്ന വേളയിൽ 1000 വത്സര ശേഷം മഹേശ്വരൻ ഒറ്റമ്പാൽ ഭസ്മമാക്കട്ടെ ഈ മുപ്പുരം. വൈരമില്ല ശിവൻ ചെയ്യില്ലിത് വിധേയം. രുദ്രഭക്തർ ഞങ്ങൾ പൂജിക്കുന്നു സ്ഥിരം ഞങ്ങളെ ദ്രോഹിക്കയില്ല സദാശിവൻ. ഇങ്ങനെ കേട്ടു വിരിഞ്ചനോർത്തു ശിവൻ വേണ്ടതു ചെയ്യും ഇവർ പാപം ചെയ്യുകിൽ. രുദ്രനെ നന്നായി സ്മരിച്ചു ചൊല്ലി വിധി അങ്ങനെ തന്നെ ഭവിക്കട്ടെ ഭക്തരെ. പിന്നെ മയനെ വിളിച്ചോതി പത്മജൻ മുപ്പുരം നിർമ്മിച്ചു നൽകാൻ യഥാവിധി. സ്വർണവും വെള്ളി ഇരുമ്പുലോഹങ്ങളാൽ നിർമ്മിച്ചു നൽകി ത്രിപുരം മയാസുരൻ. ബ്രഹ്മാവു പോകവേ മായാവിധാനവൻ സ്വർഗത്തിൽ സ്വർണം ഇരുമ്പാൽ ധരയിലും വെള്ളി കൊണ്ടന്തരീക്ഷത്തിലും നിർമ്മിച്ചു 3 തരം പുരം ശ്രേഷ്ഠം സുസുന്ദരം. ഏൽപ്പിച്ചു മുപ്പുരം താരകപുത്രർക്കായി സർവസുഖം ചേർത്ത സ്വർഗ സമം പുരം. കൽപ്പവൃക്ഷം പാരിജാതം ഹയം ഇഭം സസ്യലതാദികൾ പക്ഷി മൃഗാദികൾ കോടകൾ ഗോപുരം മേടകൾ വീഥികൾ. മന്ദിരം രത്നപ്രഭയാൽ പ്രശോഭിതം സൂര്യസമാനം തിളങ്ങും മകൂടവും പൂങ്കാവനം തേൻ സുഗന്ധം പരത്തിയും. 5 തരം പത്മം കാണാം കുളങ്ങളിൽ ഹംസം കുളക്കോഴി തൊട്ടുള്ള പക്ഷികൾ. ആകാശഗോപുരഛായ ജലത്തിലായി കാണാം അതിൽ നിന്നും പൊന്തും പ്രകാശവും. കാണാം വിമാനം പലതരം മുമ്പിലായി ദേവകൾ പോലും കൊതിക്കും പുരങ്ങളിൽ. മാളിക തന്നിൽ ശിവക്ഷേത്രമുള്ളതിൽ അഗ്നിഹോത്രം യാഗം പൂജകൾ ചെയ്യുവാൻ. വാണിരുന്നു ശിവഭക്തർ ദ്വിജർ കുറെ സിദ്ധഗന്ധർവരും കിന്നരർ സേവിതർ. വാപി തടാകം നദീതീരം തീർത്ഥവും ആഗ്രഹ സാഫല്യം നൽകി സദാമുദാ.
കായാഫലം ഇലാധാന്യം തൊട്ടൊക്കെയും ഏറെ ലഭിച്ചു തപസ്സിൻ ഫലം സദാ. നല്ല രഥം ഹയം ആന ഭടർ സദാ കോട്ടയെ കാത്തു കിടങ്ങും കവാടവും മായാവലയവും ദൈത്യരാൽ രക്ഷയും വേദധ്വനി കൊണ്ട് രുദ്രകടാക്ഷവും. ദൈത്യർ അറിഞ്ഞില്ല സൽക്കർമ്മവൃത്തികൾ, സജ്ജനങ്ങൾ സുഖം നേടി കരുണയാൽ. സൽക്കർമ്മം ചെയ്തു പതിവ്രതകൾ സദാ പാവനമാക്കി ഗൃഹം പുരം മാനസം. ദൈത്യർ പലരും മഹാഭാഗ്യം ചെയ്തവർ, സാത്വിക ബ്രാഹ്മണർക്കൊപ്പം വസിച്ചവർ. വീരരാം ദൈത്യർ വരദർപ്പിതർ ചിലർ, യുദ്ധക്കൊതിയർ വിധി ശിവഭക്തരായി. വേദവും ശാസ്ത്രം പുരാണം അറിയുവോർ ധാർമ്മികർ, മറ്റുള്ള 3 ലോകത്തിലും ചെല്ലും വിഭവങ്ങൾ കൈക്കലാക്കും ഷഠർ. പുണ്യം ക്ഷയിക്കാൻ സുഖമുണ്ടു ദീർഘനാൾ. ഒരു ഭാഗം ഇവിടെ മുഴുവൻ വായിക്കാണ്ടായി. ഇത് എഴുതുമ്പോൾ ഇപ്പോൾ 5 രാമായണം എഴുതിയിട്ടുണ്ട്, ഭാഗവതം എഴുതിയിട്ടുണ്ട്, ദേവി മഹാത്മ്യം എഴുതിയിട്ടുണ്ട്, ശിവപുരാണം ഭഗവത്ഗീത എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് എഴുതുന്നത് റഫ് എഴുതിയിട്ട് രണ്ടാമത് ഫെയർ എഴുതല്ല, നേരിട്ട് ഫെയർ എഴുതിയിരിക്കുക. അപ്പോൾ ചില അക്ഷരങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അതായത് അങ്ങനെ വരികയാണ് ഉള്ളിൽ നിന്ന്. അപ്പോൾ അത് എഴുതുമ്പോൾ ആ അക്ഷരം എഴുതുന്നതിൽ വന്നിട്ടില്ല, അങ്ങനെയാണ്. അത് രണ്ടാമത് വായിക്കുമ്പോൾ അതിൽ ചേർക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു പാട്ട് എഴുതിയിട്ട് ആ പാട്ടിൻ്റെ മുകളിൽ വളരെയധികം പ്രശസ്തി കിട്ടുന്ന ആൾക്കാരും, ഇങ്ങനെ എല്ലാ പുരാണങ്ങളും ഇതേപോലെ എഴുതിയിട്ട് അതിൻ്റെ പ്രശസ്തി കിട്ടുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം, ഇത് ബൃഹത്താണ്. ഇങ്ങനെ അതിബൃഹത്തായിട്ടുള്ള ഈ മുഴുവൻ കാര്യങ്ങളെയും ഇങ്ങനെ കോർത്തിണക്കാൻ സാധിക്കുന്നത് അത് സ്വയം ഒരാൾക്ക് പഠിച്ചിട്ട് കിട്ടുന്നതല്ല. അത് സദ്ഗുരുക്കന്മാരൊക്കെ പറയാറുണ്ട്, ഒരു ഗ്രന്ഥം എഴുതണമെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ കൊണ്ട് സാധിക്കില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലം എല്ലാവർക്കും പല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അപൂർവം ചിലർ രക്ഷിതാക്കളുടെ ആ പുണ്യം അനുഭവിക്കുന്ന സമയത്ത് ജനിച്ചവരാകുമ്പോൾ അവർക്ക് എല്ലാ സുഖങ്ങളെയും കിട്ടിയിട്ടുണ്ടാവാം. ആ സുഖത്തിൽ അവർ ഈശ്വര പ്രേരിതമായിട്ട് ഈശ്വരോന്മുഖമായിട്ട് ജീവിക്കാൻ വിധിച്ചവരാണ് എങ്കിൽ അവർ പൂർവജന്മങ്ങളിൽ അത്യധികം പുണ്യത്തെ ചെയ്തവരാണ്. അതേ സ്ഥാനം ഈ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന സുഖത്തിൽ ജനിച്ചിട്ട് അവരുടെ മനസ്സ് വിപരീതമായി എങ്കിൽ ആ വിപരീത അവസ്ഥയിലുള്ള അവരുടെ പ്രവൃത്തികൾ ഈ രക്ഷിതാക്കളെ കൂടി ബാധിക്കും എന്നതാണ്. ഇപ്പോൾ ത്രിപുരാന്തകന്മാർ തപസ് ചെയ്തു, പുണ്യം ധാരാളമായിട്ട് കിട്ടി. അവർ വസിക്കുന്നതായിട്ടുള്ള സ്ഥലത്തെ ബ്രാഹ്മണർ, ഈ ശിവഭക്തർ, അവർ ചെയ്യുന്നതായിട്ടുള്ള പൂജയിൽ ഇവരും കൂടുകയാണ്. അപ്പോൾ കൂടുമ്പോൾ അതിൻ്റേതായ പുണ്യങ്ങളെ സ്വീകരിക്കും, പ്രസാദങ്ങളെ സ്വീകരിക്കും, സദ്ഫലങ്ങളെ സ്വീകരിക്കും. ഇവർ അസുരന്മാരായതുകൊണ്ട്, ഇവരുടെ കൂടെ നിൽക്കുന്നവർ ചീത്ത ആളുകളായതുകൊണ്ട് ഈ സ്വീകരിക്കുമ്പോൾ ചില നിയമങ്ങളുണ്ടെന്ന് ഇന്നലെ പറഞ്ഞു നമ്മൾ. അന്നദാനത്തിന് സ്വീകരിക്കുന്നത്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് കിട്ടിയതിൻ്റെ പകുതിയും ദാനം ചെയ്യണം. അത് ദാനം ചെയ്യാതെ കണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഈ കിട്ടുന്നത് മുഴുവനും നമ്മൾ സ്വരുക്കൂട്ടുമ്പോൾ അതെല്ലാം അന്യരുടെ പാപങ്ങളെയാണ് നാം സ്വരുക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മണരാണെന്ന് വെച്ചാൽ കർമ്മം ചെയ്യുക തന്നെ വേണം. ബ്രാഹ്മണരല്ലാത്തവരെ കർമ്മം ചെയ്യിക്കണം, ബ്രാഹ്മണരെ കൊണ്ട് ദക്ഷിണ കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യിക്കണം. അതൊരു വിധിയാണ്. ആർക്കായാലും ഈ ആഹാര നീഹാര നിദ്രാവിഹാരങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കൂട്ടിയാൽ പറ്റൂ. കഴിക്കുന്ന ആഹാരം വേണിച്ചാൽ 30 രൂപയുടെ ആവാം, 3000 രൂപയുടെ ആവാം ഒരു നേരത്തെ ആഹാരത്തിൻ്റെ വില, അത്രയേ ഉള്ളൂ. കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് അത് ഒരു പരിധിയുണ്ട്, അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. ഒരു നേരം 3 കിലോ ആഹാരം കഴിക്കാൻ പറ്റില്ല, എളുപ്പമല്ല. ശാപ്പാട്ട് രാമന്മാർക്ക് തന്നെ പറ്റില്ല. അപ്പോൾ
അതിനൊരു പരിധിയിൽ അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കഴിക്കുന്നത് വേണ്ടത് എത്രയാച്ചാൽ കഴിക്കാം, വയറ് നിറച്ച് കഴിക്കാം. അത് തരുന്നത് ഭഗവാനാണ്. സ്വീകരിക്കാൻ ഇപ്പം എനിക്ക് അർഹത തന്നിട്ടുണ്ട്. ഈ ഒരു ബോധത്തിൽ സ്വീകരിക്കുകയും വേണം. സ്വീകരിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് നാം ഒന്നുകിൽ മാൻ പവറായിട്ട്, അതല്ലെങ്കിൽ പൈസയായിട്ട്, ഏത് തരത്തിലാണോ കടം വീട്ടേണ്ടത് വെച്ചാൽ ആ തരത്തിൽ കടം വീട്ടണം. എന്നോട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ കല്യാണത്തിന് ഊണ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ പോയിട്ട് 2 പാട്ട വെള്ളമെങ്കിലും കോരിയിട്ടേ ഊണ് കഴിക്കാവൂ. അതല്ല വെച്ചാൽ ഊണ് കഴിഞ്ഞുള്ള ഇച്ചിലെല്ലാം എടുക്കണം. അപ്പം അച്ഛൻ പറഞ്ഞു, നിയമം പറഞ്ഞു, നീ ഊണ് കഴിച്ച വഴിക്ക് ആ ഇച്ചിലെയും കൊണ്ട് പോകരുത്. കൈ കഴുകി വന്നോ, എന്നിട്ട് ആ ഇച്ചില വീണ്ടും എടുത്തോ. നിൻ്റെ മാത്രമല്ല, കൂട്ടുകാരുടെ എടുത്തോ, ഒപ്പം ഇരുന്ന ആളുകളുടെ എടുത്തോ. അന്ന് ആ നിയമത്തിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. പക്ഷെ പിന്നീട് മനസ്സിലായി. ഊണ് കഴിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ എൻ്റെ ഇല എടുത്തു കഴിഞ്ഞാൽ ഈ ചോറ് തന്നയാൾക്ക് പാപം വരിക. ഞാൻ കയ്യഴിക്ക് വന്നിട്ട് എൻ്റെയും എൻ്റെ ഒപ്പമുള്ള ആൾക്കാരുടെയും ഇല എടുത്തു കഴിഞ്ഞാൽ അവിടെ ഞാൻ ബ്രാഹ്മണനൊന്നും വിഷയമല്ല. എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് സേവന. ഈ സേവനത്തിൻ്റെ പുണ്യം എനിക്കും കിട്ടും, ആ അതിഥിക്കും, ഈ ആതിഥേയനും കിട്ടും. അപ്പോൾ ഇത് അറിഞ്ഞ് ചെയ്യുമ്പോൾ, മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം വളരെ കൂടുതലാണ്. അതറിയാതെ കണ്ട് അബദ്ധം കാണിക്കുമ്പോഴോ അതും പ്രശ്നമാണ്. ഇവിടെ ത്രിഗുണത്തെ ജയിക്കുന്നതായിട്ടുള്ള ഭാവത്തിലാണ് ഭഗവാൻ ത്രിപുരാന്തകനെ വധിക്കുന്നത്. സാത്വികമായിട്ടുള്ള സ്വർഗത്തിലെ സ്വർണം കൊണ്ട് ഒരു പുരം, അതേപോലെ തന്നെ ഭൂമിയിലാണെങ്കിൽ അത് തമോ ഗുണം കൊണ്ടാണ്, ഇരുമ്പ് കൊണ്ടാണ് പുരം. അതേപോലെ അന്തരീക്ഷത്തിലെ വെള്ളി കൊണ്ടാണ്, അത് രജോ ഗുണം കൊണ്ടാണ്. ആ പുരത്തിലിരിക്കുന്ന അവർ 1000 കൊല്ലം കഴിഞ്ഞിട്ടേ നേർരേഖയിൽ വരുള്ളൂ. അപ്പോൾ മാത്രമേ മഹാദേവന് വധിക്കാൻ പറ്റൂ. ഇതാണ് വരം വാങ്ങിയത്. സത്രജസ് തമോ ഗുണങ്ങളെ മുഴുവൻ മറികടന്നാൽ മാത്രമേ, അതും ക്രമേണയായിട്ട് നേരിട്ട് ഉപരിലോകത്തിലേക്ക് പോയി, ഊർധ്വലോകത്തിലേക്ക് പോയിട്ട് സ്വർഗവും കടന്ന് മഹാദേവൻ്റെ കൈലാസത്തിലേക്ക് എത്താൻ, ശിവപദത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതിനാണ് ഈ ശരീരം ഉപയുക്തമായിട്ട് തന്നിരിക്കുന്നത്. ഷഡാധാര ഭേദനം നടത്തണം, സത്യലോകവും കടക്കണം, എന്നിട്ടേ ശിവപദത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ത്രിഗുണം കടന്നിട്ട് വേണ്ടേ എൻ്റെ മുകളിലേക്ക് കിടക്കാൻ. ഇപ്പോൾ ഇവിടെ ധാരാളം കഥകളെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ശിവകഥകൾ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് പറയാം. അവതാരങ്ങൾ ധാരാളമുണ്ട്. ഹനുമാൻ, അശ്വത്ഥാമ തുടങ്ങിയിട്ടുള്ള അവതാരങ്ങൾ ധാരാളമുണ്ട്. ദുർവാസാവ്. അപ്പോൾ മഹാദേവൻ്റെ കഥകൾ കേട്ട് കേട്ട് ഇനിയും കേൾക്കണമെന്ന് പറയുമ്പോഴാണ് എന്നാൽ ത്രിപുരാന്തകൻ്റെ കഥ പറയാം. ത്രിപുരന്മാരെന്ന് പറഞ്ഞിട്ടൊരു അസുരന്മാർ, അവർ താരകാസുരൻ്റെ മക്കളാണ്. താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മാലി, 3 പേര് അസുരന്മാർ. അവർ ശിവഭക്തന്മാരായിട്ടാണ് ജനിച്ചത് തന്നെ. ഇപ്പം ആലോചിക്കണേ, താരകാസുരൻ്റെ മക്കളാണ്. സുബ്രഹ്മണ്യനെ വധിക്കപ്പെട്ടതായിട്ടുള്ള താരകാസുരൻ്റെ മക്കളാണ്. അച്ഛനെ കൊല്ലാൻ ശിവൻ്റെ മകൻ, ആ കൊന്ന ഈ മുക്തി നേടിയായിട്ടുള്ള താരകാസുരൻ്റെ മകൻ, മക്കള്, ആ മക്കളെ കൊല്ലാൻ അച്ഛൻ ശിവന. അത് മേരുവിൽ തപസ് ചെയ്തു എന്നാ. അനവധി കാലം കേട്ടോ, എത്ര കാലാശല. ഇവിടെ 1000 കൊല്ലം എന്തോ പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. 1,00,000 കൊല്ലാവാം, അത്രയേ ഉള്ളൂ. ഏതായാലും ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്താ വരം വേണ്ട ചോദിച്ചു. അസുരന്മാരൊക്കെ സാധാരണ അങ്ങനെയാണ്. രജോ ഗുണം കൊണ്ടാണ് ഈ പറയണത്, മരിക്കരുത്. അപ്പോൾ നമുക്കൊക്കെ മോഹമില്ലേ മരിക്കരുതെന്ന്. നമ്മളതിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ ചിന്തിക്കാം. എന്താ ചിന്തിക്കേണ്ടത്? നമുക്കിങ്ങനെ വയസ്സാവും, നമ്മൾ മരിച്ചു പോയിട്ടില്ല വെച്ചാൽ നമ്മളെ ആർക്കും വേണ്ടാണ്ടയോ, ജനറേഷൻ ഗ്യാപ്പ് വരും. നമ്മുടെ പേരക്കുട്ടികൾക്ക് നമ്മളെ വേണ്ട. എന്താ കാരണം? അവരുടേതായിട്ടുള്ള ആ ഭാവം അത് നമുക്ക് കിട്ടില്ല. നമ്മുടെ ഭാവത്തിലേക്ക് അവർ എത്തുകയുമില്ല. അത് ഒരു തലമുറയോടെയും കടന്നാലോ
പിന്നെ ഈ ഉള്ളു തുറക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ മരിച്ചു പോകണം. വീണ്ടും പുതിയ ശരീരം എടുക്കുക, എവിടെ വെച്ചാൽ ജനിക്കുക, അത്രയേ പറ്റില്ല. അപ്പോൾ നിത്യയുവത്വം അതും കിട്ടിയിട്ട് കാര്യമില്ല. നിത്യയുവത്വം കിട്ടിയാലും ഈ ഭാവം വരില്ല എന്നാണ്. യുവാവായിട്ടിരിക്കും, നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടിരിക്കും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഈ ഭാവത്തെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതും വയ്യ. എങ്ങനെയാണ് വരം കൊടുക്കേണ്ടത്, എന്താ വരം വാങ്ങേണ്ടതെന്ന് ശരിയാണ്ടേ അസുരന്മാർക്ക്. അപ്പോഴാണ് അവർ സൂത്രം പറഞ്ഞത്. കാലനെ വഞ്ചിക്കാൻ കഴിയില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് കാലൻ ഉറപ്പായിട്ട് വരും, മരണം സംഭവിക്കുക, അത് ഉറപ്പാണ്. അപ്പോൾ പറഞ്ഞതാണ് എന്ത്, 3 പുരങ്ങളെ വേണം, എനിക്ക് സ്വർണം കൊണ്ട് വേണമെന്ന് താരകാക്ഷൻ പറഞ്ഞു. അത് സ്വർഗത്തിൽ സാത്വിക ഭാവത്തോട് കൂടിയിട്ടാണ്, നമ്മിലുള്ള ഭാവമാണിത്. അപ്പോൾ അസുരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സാത്വിക ഭാവം ഉണ്ട്. കാരണം വേദമൊക്കെ പഠിക്കേ, ഇങ്ങനെയാണ്. പിന്നത്തെ ആൾ കമലാക്ഷൻ പറഞ്ഞു, വെള്ളി കൊണ്ട് മതി എനിക്ക്, അത് അന്തരീക്ഷത്തിൽ. അപ്പോൾ ഈ സ്വൈരസഞ്ചാരം ഭൂമിയിലുമുണ്ട്, അന്തരീക്ഷത്തിലുമുണ്ട്, സ്വർഗത്തിലുമുണ്ട്. നമ്മൾ ഭൂമിയിലൂടെ കാറിലൂടെ പോകുന്നതും, വെള്ളത്തിൻ്റെ മീതെ കപ്പലിൽ അല്ലെങ്കിൽ മുങ്ങി കപ്പൽ അതിൽ പോകുന്നതും, വിമാനത്തിൽ പോകുന്നതും, ഇനി അന്തരീക്ഷം കഴിഞ്ഞിട്ട് റോക്കറ്റ് അങ്ങനെ പോകുന്നതും ഒക്കെ ഇന്ന് വന്നു കഴിഞ്ഞു. ഇതൊക്കെ അന്ന് സംഭവിക്കും. എത്രയോ രാജാക്കന്മാർ സത്യലോകത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിരിക്കണം, മഹാഭിഷണയെ പോലെ. അവരിവിടെ ശന്തനുമായിട്ട് ജനിക്കുകയും ചെയ്തു. ഗംഗാദേവി ഇവിടെ വന്ന് വധുവായി ഭീഷ്മരെ ജനിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട്. ഇങ്ങനെ വിദ്യന്മാർ പറഞ്ഞു, എനിക്ക് ഇരുമ്പ് കൊണ്ട് ഭൂമിയിൽ, അത് തമോ ഗുണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ തമോ ഗുണികളാണ് സത്യം പറഞ്ഞാലേ. നമ്മുടെ കോട്ടകളൊക്കെ ഇരുമ്പ് കൊണ്ടാണ്, അത്രയും ദൃഢപ്പെടുത്തിയിട്ടാണ് നമ്മളൊക്കെ. അതിൽ ചിലപ്പോൾ കോട്ടകൾ പൊട്ടുകയാണ്, എന്താ ചെയ്യാന്ന് ഓർത്തില്ല. ഏതായാലും പിന്നെ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, മരണം വരണ വഴി ഉച്ചയ്ക്ക്, നട്ടുച്ചയ്ക്ക്, അതേപോലെ അഭിജിത്ത് മുഹൂർത്തം 11:50 മുതൽ 12:30 വരെയൊക്കെ വ്യത്യാസപ്പെട്ട് വരും. ഉദയത്തിനും അസ്തമയത്തിനും അനുസരിച്ചാണ്. എല്ലാ ദിവസവും ഉണ്ട് അഭിജിത്ത് മുഹൂർത്തം. അത് നട്ടുച്ച നേരമാണ്, ജസ്റ്റ് ബിഫോർ ജസ്റ്റ് ആഫ്റ്റർ ആയിട്ട്. മധ്യാഹ്നത്തിൻ്റെ 12 മണിയുടെ 10 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ 15 മിനിറ്റ് മുന്നേ, ഒരു അരമണിക്കൂറിന് ശേഷം ആ ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ അത് ആ സമയത്ത് വേണം. പിന്നെ മാത്രമല്ല പൂയം നക്ഷത്രത്തിൽ വേണം. അപ്പോൾ ഒരു യുഗത്തിൻ്റെ ഒരു മാറ്റം, സന്ധി, യുഗസന്ധി ആയിട്ടാണ് വരിക. അപ്പോൾ ആ സമയത്ത് മാത്രമേ മരിക്കാവൂ. ഇങ്ങനെ മഹാദേവൻ 1000 കൊല്ലം കൂടുമ്പോൾ മാത്രം ഞങ്ങളിങ്ങനെ ഒരു സമയത്ത് വരുമ്പോൾ, ആ സമയത്ത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പാപം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, മഹാദേവന് ഞങ്ങളോട് വിരോധമുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഒരമ്പ് കൊണ്ട് ശിവന് ഞങ്ങളെ വധിക്കാം. എങ്ങനെയുണ്ട് വരം? മരണത്തെ ജയിക്കാനുള്ള സൂത്രം. 3 പേരും നേർരേഖയിൽ വരണം. 1000 കൊല്ലം കൂടുമ്പോഴാണ്. അപ്പം നമ്മുടെ കൊല്ലമല്ല, 1000 ദിവ്യവത്സരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 കൂടിയിട്ട് ഒരേ നേർരേഖയിൽ വരണം. ഒരമ്പ് കൊണ്ട് വധിക്കണം. മഹാദേവൻ മാത്രമേ വധിക്കാവൂ. 1000 കൊല്ലം കൂടുമ്പോൾ ഈ നേർരേഖയിൽ ഞങ്ങൾ വരികയും പാടുള്ളൂ. അങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കണമെന്ന് മാത്രമല്ല, മഹാദേവന് ഞങ്ങളോട് വൈരം വരണം. ആ സമയത്ത് മാത്രമേ വധിക്കാവൂ. ഇപ്പോൾ 12000 കൊല്ലം കാത്തിരുന്നിട്ടാണ് അത്രേ മഹാദേവന് ഈ വധം നടത്താൻ പറ്റിയത്. അതായത് ഇവർ ശിവഭക്തന്മാരാണ്. 1000 ശിവലിംഗങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുക 3 പേരും. സദാസമയത്തും ശിവപൂജയാണ്. ഒപ്പം ബാക്കിയുള്ളവരെ ദ്രോഹിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ മഹർഷിമാരെ ഇവരൊക്കെ ചെയ്യുന്നതിൻ്റെ പുണ്യത്തെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പുണ്യം മുഴുവൻ ക്ഷയിക്കുന്നില്ല. പുണ്യം ക്ഷയിക്കാൻ തുടങ്ങിയത് എങ്ങനെയാ വെച്ചാൽ, ഈ സ്വീകരിക്കുമ്പോൾ ദാനം കൊടുക്കാണ്ടേ. നമ്മളൊക്കെ അങ്ങനെയാണ്, ധാരാളം കാശുണ്ടാക്കും, കാശ് ചിലവാക്കില്ല. അപ്പോൾ പാപം വരും. അപ്പോൾ കാശ് ചിലവാക്കണം, കാശ് അന്യോപകാരമായിട്ട് ചിലവാക്കണം. ആ ചിലവാക്കണതാണ് നമ്മുടെ പുണ്യമായിട്ട് വരിക. കൊടുത്താൽ ഏറും എന്നാണ്. വിദ്യ മാത്രമല്ല ഈ കൊടുത്താൽ ഏറുക, ഇതൊക്കെ കൊടുത്താൽ ഏറും. ഇപ്പം നമ്മൾ 10,000 രൂപ ഒരാൾക്ക് ദാനം ചെയ്തു എന്ന് കൂട്ടാ, നമുക്ക് അയാളിൽ നിന്ന് ഒന്നും കിട്ടിയതുമില്ല, തിരിച്ചിങ്ങോട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ
കാശ് ധാരാളമുണ്ട്, ഒറ്റപ്പെട്ടു പോയി. ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒരു മാർഗ്ഗമില്ല. മരുഭൂമിയിലാണ്, അല്ലെങ്കിൽ കൊടുങ്കാട്ടിലാണ്, അല്ലെങ്കിൽ കടലിൻ്റെ മധ്യത്തിലാണ്. ആ സമയത്ത് കിട്ടുന്നതായിട്ടുള്ള ഈ ആഹാരവും വെള്ളവും ആ രക്ഷയും അത് അതിൻ്റെ മൂല്യം എത്രയാണെന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഒരു കുപ്പി വെള്ളവും ഒരു കിലോ ആഹാരം ഒന്ന് കൂട്ടുക. അതിൽ കൂടെ കഴിക്കാൻ പറ്റില്ല, നേരാവട്ടെ. 1 കിലോ ആഹാരം വയറ് നിറച്ചോട്ടെ വിചാരിച്ചിട്ട് പറഞ്ഞതാ. ആ ആഹാരത്തിൻ്റെ വില ഈ 10,000 റുപ്യാണോ? അല്ല, അത് കുറച്ച് കോടികൾ വരും. അങ്ങനെ കിട്ടും എന്നതാണ് ഈ ദാനത്തിൻ്റെ പ്രത്യേകത. അതാണ്. അപ്പം കിട്ടില്ല വെച്ചാൽ പിന്നീട് കിട്ടുന്ന, ആവശ്യമുള്ളപ്പോൾ കിട്ടും. അതാണ്. അത് ജ്ഞാനമായാലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇങ്ങനെ വരം വാങ്ങിക്കഴിഞ്ഞപ്പോൾ മായനോട് പറഞ്ഞു ബ്രഹ്മാവ്, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മായന സ്വതവേ മായാവിയാണ്, ദാനവനാണ്. അവരുടെ രൂപം തന്നെ കുറച്ച് പ്രത്യേകമാണ്. മേല് മുഴുവൻ രോമോ അങ്ങനെയൊക്കെ ഒരു മട്ട, ഒരു ആൾക്കുരങ്ങൻ്റെ പോലെയാണ്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് അത്ര അവരുടെ ദാനവൻ്റെ രൂപം. നമുക്ക് സങ്കല്പത്തിന് അപ്പുറത്താണ് ദാനവൻ. ദൈത്യൻ ദാനവനൊക്കെ ഒന്ന് തന്നെയാണെന്ന് പറയിച്ചാലും ഒക്കെ വ്യത്യാസമുണ്ട്. കശ്യപൻ്റെ മക്കളനെ ഒരു മൃഗസമാനരാണ് എന്ന് വിചാരിക്കുന്നു. സൂചനയല്ലേ ഉള്ളൂ, നമുക്കത് കൃത്യമായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. എന്നാലും പറയുകയാണ്, ഒരു മാംസഭുക്കുകളായിട്ടുള്ള അങ്ങനെ ഒരു രീതിയിലാണ്. പക്ഷെ ദേവത്വമുണ്ട്. ഈ അസുരന്മാരൊക്കെ ദേവന്മാരാണ്. നമ്മൾ അസുരന്മാരെ ദേവന്മാരെന്ന് പറയാറില്ല. അത് അങ്ങനെയല്ല. 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദേവന്മാരിൽ പെട്ടവരാണ് കശ്യപൻ്റെ മക്കളായിട്ടുള്ള ഈ ദൈത്യരായാലും ദാനവരായാലും അവരൊക്കെ. അത് 61 ദാനവന്മാർ അധികേമന്മാരായിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയണം. മുഴുവൻ പേരൊന്നും അറിയില്ല, എന്നാലും. അപ്പോൾ അവർ ഇതേപോലെ മയാസുരൻ മഹാമായകൾ കണ്ടുപിടിച്ച ആളാണ്. അത്ര ശിവഭക്തനാണ്. സുദർശനത്തെ കൂടി പേടിയില്ലാത്തയാളാണ്. അധോലോകത്തിലാണ് താമസം. അതും തൊട്ട് താഴെ തന്നെ, നമ്മുടെ തൊട്ട് താഴെ, ഭൂമിക്ക് തൊട്ട് താഴെ. ശിവൻ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ ശിവൻ്റെ താഴെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അതിൽ പ്രത്യേകതകൾ എത്രയൊക്കെ വെച്ചാൽ ശരി കേട്ടോ. ജലസമ്പത്തായാലും ഈ ഭൂമി സമ്പത്തായാലും വൃക്ഷലതാദികൾ, നദി തുടങ്ങിയുള്ള സരസ്, അങ്ങനെയല്ലേ. അതേപോലെ പൂക്കളായാലും കായ്ഫലങ്ങളായാലും പിന്നെ നാനാതരത്തിൽപ്പെട്ടതായിട്ടുള്ള ഋഷിവർഗങ്ങൾ തൊട്ടുള്ള ഓരോന്ന്, സാത്വിക രാജസ താമസ ഭാവങ്ങൾ പലതും എത്രയാ അതിൻ്റെ ഒരു സുഖം. സർവകാല സുഖാവതും സർവകാല സുഖപ്രദം എന്നൊക്കെ പറയാം. സർവകാല സുഖാവഹം, അങ്ങനല്ലേ. അങ്ങനെ പാണ്ഡിത്യമാണെങ്കിലോ വേദശാസ്ത്രം തൊട്ടുള്ള സകലതും അറിയാവുന്ന രീതിയിലുള്ള ഭാവത്തിൽ അവരെ 3 പേരെ എത്തിച്ചു എന്നാണ്. ശിവഭക്തരാണ്. അപ്പോൾ എപ്പോഴാണോ ഇപ്രകാരത്തിൽ നമുക്കൊരു അനുവാദം കിട്ടുന്നത്, ഒരു അനുഗ്രഹം കിട്ടുന്നത്, അതുവരെ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണോ ദ്രോഹം സഹിക്കാൻ പറ്റാതെ കണ്ടുവരുന്നത്, അപ്പോൾ ഈ പുണ്യം മുഴുവൻ ക്ഷയിച്ചാൽ മഹാദേവനാൽ സംഹാരം നടക്കുകയും ചെയ്യും. അതെങ്ങനെ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇവിടെ മഹാദേവനെ കൊണ്ട് തന്നെയാണ് ഈ അസുരന്മാർ വധിക്കപ്പെടുന്നത്, മുക്തി നേടുന്നത്, അത്രയേ ഉള്ളൂ. പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് ഈ ശരീരത്തിൽ നിന്നും മോചനം കിട്ടും. അപ്പം നമുക്ക് ആദ്യം കിട്ടേണ്ടത് എന്താണ്? ഭൗതികതയിൽ നിന്നും, പ്രപഞ്ചത്തിൽ നിന്നും, ആ പ്രപഞ്ച അംശമായിട്ടുള്ള ഈ ശരീരത്തിൽ നിന്നും, മോഹം എന്നുള്ള അവസ്ഥയാണത്. ആ മോഹത്തിൽ നിന്നും മോചനം നേടുക, അതാണ് മുക്തി. മോഹം എന്നുള്ളത് ഞാൻ ദേഹമാണ് എന്നുള്ള ബോധമാണ്. ഞാൻ ദേഹമാണ് എന്നുള്ള മോഹബോധത്തിൽ നിന്നും മുക്തി നേടുന്നതാണ് മോക്ഷം. അത് നമുക്ക് മഹാദേവനാൽ കിട്ടിക്കഴിഞ്ഞാലോ ശിവപദത്തിലേക്ക് എത്താൻ സാധിക്കും. ഭഗവാനിലെത്താൻ ഈ വേറെന്താ? ഇതാണ് ശിവമാർഗേ. ആ ശിവമാർഗം തന്നെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശ്രീ ശിവപാർവതിമാരേ ശരണം. ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ വായിക്കാം. നാരായണ 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 നാരായണ.